നമസ്കാരം, ശ്രീമാത്സിലേക്ക് സ്വാഗതം. ഞാൻ അടുത്ത മാസം 1-ാം തീയതി നടക്കുന്ന 10th പ്രിലിംസിൻ്റെ ഒരു 30 days ചലഞ്ച് ശ്രീമാത്സിൽ ചെയ്യുന്നുണ്ട്. അതിന് 1 മുതൽ 6 വരെയുള്ള ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞ് ഇന്ന് 7ാമത്തെ ക്ലാസ്സാണ്. Day 7. നമുക്കിന്ന് കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ക്ലാസ്സിലേക്ക് കടക്കും. ഒറ്റയാനെ കണ്ടെത്തുക. റൂട്ട് 81, റൂട്ട് 256, റൂട്ട് 324, റൂട്ട് 567. ഇവിടെ റൂട്ട് 567 ആണ് ഉത്തരം. കാരണം ബാക്കിയെല്ലാം വർഗമാണ്. 81 എന്ന് പറയുന്നത് 9ന്റെ വർഗമാണ്. സ്ക്വയർ റൂട്ട് ഓഫ് 81 9 ആണ്. 256 എന്ന് പറയുന്നത് 16ന്റെ വർഗമാണ്. 324 18ന്റെ വർഗമാണ്. അതായത് ഇതിന്റെ എല്ലാ ഉത്തരം ഇത് 9, ഇത് 16, ഇത് 18. ഇത് ഒരു പൂർണ്ണവർഗം അല്ല. റൂട്ട് 567 ആണ് ഉത്തരം. കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? 25, 49, 67, 81. 25, 49, 67, 81. 67 ആണ് ഉത്തരം. ബാക്കിയല്ല. ഇത് 5ന്റെ സ്ക്വയർ ആണ്, ഇത് 7ന്റെ സ്ക്വയർ ആണ്, ഇത് 9ന്റെ സ്ക്വയർ ആണ്. ഇത് മാത്രം ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല, ഒരു പൂർണ്ണവർഗം അല്ല. അതുകൊണ്ട് ഉത്തരം 67 ആണ്. അടുത്തത് ഒറ്റയാനെ കണ്ടെത്തുക. 91, 93, 97, 95. 97 ആണ് ഉത്തരം. 97 ഒഴിച്ച് ബാക്കിയെല്ലാം ഭാജ്യസംഖ്യകളാണ്. ഭാജ്യസംഖ്യകൾ എന്ന് പറഞ്ഞാൽ 2ൽ കൂടുതൽ ഘടകങ്ങളുണ്ടാകും. ഭാജ്യസംഖ്യകളുടെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. ഭാഗ്യസംഖ്യകൾ എന്ന് പറഞ്ഞാൽ 2ൽ കൂടുതൽ ഘടകങ്ങൾ കാണും. ഇവിടെ ഇതൊരു പ്രൈം, ഈ 97 ഒരു അഭാജ്യ സംഖ്യയാണ്, പ്രൈം നമ്പറാണ്. അതിന് ഒന്നും ആ സംഖ്യ മാത്രമേ ഘടകം ഉണ്ടാവും. ബാക്കിയെല്ലാം ഭാജ്യസംഖ്യകളാണ്. അതുകൊണ്ട് വേറിട്ട് നിൽക്കുന്നത് 97 ആണ് ഉത്തരം. ഇനി കണ്ണുകൾ, വിരലുകൾ, കാലുകൾ, ചെവികൾ. ഇവിടെ വിരലുകളാണ് ഉത്തരം. കാരണം ബാക്കിയെല്ലാം 2 എണ്ണം വീതം. കണ്ണുകൾ 2, കാലുകൾ 2, ചെവികൾ 2. മറ്റേ വിരലുകൾ അങ്ങനെയുള്ള 5 എണ്ണം. ഇതിൽ വിരലുകളാണ് ഉത്തരം. BDPNIKSU. ബി ഒരക്ഷരം വിട്ടിട്ട് BC വിട്ടിട്ട് D. IJK, J വിട്ടിട്ട് K. STU. ഇതങ്ങനല്ല. P ഒരക്ഷരം വിട്ടിട്ട് തൊട്ടടുത്ത അക്ഷരമല്ല. അതുകൊണ്ട് ഇതാണ് കൂട്ടത്തിൽപ്പെടാത്തത്. PA. QR എന്ന് വരുന്നത് ശരിയാണ്. ഇവിടെ ബാക്കിയെല്ലാം ഒരക്ഷരം വിട്ടിട്ടാണ്. BCD, C വിട്ടിട്ട് D. ഇവിടെ IJK, J വിട്ടിട്ട് K, ഒരക്ഷരം വിട്ടിട്ട്. ഇവിടെ STU, T വിട്ടിട്ട് U. ഇനി നമുക്ക് PRT, QOM, CEG, IKM നോക്കാം. ഇവിടെ നമുക്ക് നോക്കാം. PQ കഴിഞ്ഞിട്ട് 6 ഒന്നടവിട്ട അക്ഷരങ്ങളാണ്. PRST, PQS വിട്ടു. ഒന്നടവിട്ട അക്ഷരങ്ങൾ. PQ വിട്ടിട്ട് 6 എഴുതി, 6 S വിട്ടിട്ട് T എഴുതി. ഇനി CDEFG, DUF ഒന്നടവിട്ട അക്ഷരങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ അതുപോലെ IJ, J വിട്ടു K എഴുതി, KL വിട്ടു M എഴുതി. ഇതാണ് അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ഇത് Q ആണെങ്കിൽ Q കഴിഞ്ഞാൽ RS, S ആയിരുന്നു ഇവിടെ വരേണ്ടത്. അപ്പോൾ ഇവിടെ ഇതാണ് വ്യത്യസ്തമായി നിൽക്കുന്നത്. ശ്രീനിവാസ രാമാനുജൻ, ഭാസ്കരാചാര്യ, ആര്യഭട്ടൻ, മുൾക്കുരാജാനന്ദ്. ഇവിടെ മുൾക്കുരാജാനന്ദാണ് ഉത്തരം. അദ്ദേഹം മാത്രം സാഹിത്യകാരനാണ്. ബാക്കി എല്ലാവരും ഗണിതശാസ്ത്രജ്ഞന്മാരാണ്. ശ്രീനിവാസ രാമാനുജനും ഭാസ്കരാചാര്യയും ആര്യഭട്ടനും എല്ലാം ഗണിതശാസ്ത്രജ്ഞന്മാരാണ്. ഇദ്ദേഹം മാത്രം മുൾക്കുരാജാനന്ദ് സാഹിത്യകാരനാണ്. അപ്പോൾ അതാണ് ഉത്തരം. 23, 13, 21, 19. ഈ ഇതിൽ വേറിട്ട് നിൽക്കുന്നത് 21 ആണ്. 21 ഒരു ഭാജ്യസംഖ്യയാണ്. 21 ഏതൊക്കെ ഘടകങ്ങൾ? 1, 3, 7, 21. 4 ഘടകങ്ങളുണ്ട്. ബാക്കിയെല്ലാം അഭാജ്യ സംഖ്യകളാണ്. ഈ 19, 9 മാത്രമേ ഘടകമുള്ളൂ. വേറെ ഘടകങ്ങളല്ല. ഒന്നും ആ സംഖ്യ മാത്രം ഘടകങ്ങളുള്ളതിനെയാണ് അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇത് മാത്രമായിട്ട് ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഭാജ്യസംഖ്യകൾ, അഭാജ്യസംഖ്യകൾ. കേരളം, തമിഴ്നാട്, കർണാടക, ന്യൂഡൽഹി. ന്യൂഡൽഹിയാണ് ഉത്തരം. ബാക്കിയെല്ലാം സംസ്ഥാനങ്ങളാണ്. കേരളം, തമിഴ്നാട്, കർണാടക. ന്യൂഡൽഹി ഒരു സംസ്ഥാനമല്ല. ഒറ്റയാനെ കണ്ടെത്തുക. ഡെസ്ക്, മേശ, കസേര, പുസ്തകം. ബാക്കിയെല്ലാം തടി കൊണ്ടുള്ള
ഉപകരണങ്ങളാണ്. പുസ്തകമാണ് ഉത്തരം. പേന, പേപ്പർ, ബ്രഷ്, പെൻസിൽ. പേപ്പറാണ്. ബാക്കിയെല്ലാം ഒരേ കാറ്റഗറിയിൽ പെടുന്നതാണ്. പെൻസിലും ബ്രഷും പേനയും. ക്ലോക്ക്, സൂചി, അക്ഷരം, സമയം. അക്ഷരം. ബാക്കിയെല്ലാം ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റൈഫിൾ, പരിച, റിവോൾവർ, വാൾ. ഇവിടെ പരിചയാണ് ഉത്തരം. ബാക്കിയെല്ലാം ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ഓരോ ഉപകരണങ്ങളാണ്. കുറുനരി, സിംഹം, പെരുമ്പാമ്പ്, കടുവ. പെരുമ്പാമ്പാണ്. ബാക്കിയെല്ലാം മൃഗങ്ങളാണ്. ദുരകമാണ്. 25, 625, 425, 225. 425 ഉത്തരം. ബാക്കിയെല്ലാം പെർഫെക്റ്റ് സ്ക്വയർ ആണ്, പൂർണ്ണവർഗമാണ്. 5ന്റെ സ്ക്വയർ ആണ് 25, 25ന്റെ സ്ക്വയർ ആണ് 625, 225 എന്ന് പറഞ്ഞാൽ 15ന്റെ സ്ക്വയർ. ഇതെല്ലാം പൂർണ്ണവർഗമാണ്. 425 വേറിട്ട് നിൽക്കുന്നത്. ഫാൻ, റേഡിയോ, TV, പ്രഷർ കുക്കർ. പ്രഷർ കുക്കറാണ് ഉത്തരം. ബാക്കിയെല്ലാം ഇലക്ട്രിക്കൽ ഉപകരണങ്ങളാണ്, കറണ്ട് വെച്ച് പ്രവർത്തിപ്പിക്കുന്ന ഉപകരണങ്ങളാണ്. ചതുരം, ത്രികോണം, ചതുരം, ചതുരസ്തംഭം. ചതുരസ്തംഭമാണ് ഉത്തരം വേർതിരിഞ്ഞിരിക്കുന്നത്. കാരണം ബാക്കിയെല്ലാം ഇത് മാത്രമുള്ള സ്തംഭമായിട്ടുള്ളത്. 17, 23, 27. 27 ഒരു ഭാജ്യസംഖ്യയാണ്. 2ൽ കൂടുതൽ ഘടകങ്ങളുണ്ട്. ബാക്കിയെല്ലാം അഭാജ്യ സംഖ്യകളാണ്, പ്രൈം നമ്പേഴ്സാണ്. റോസ്, ലോട്ടസ്, ഓറഞ്ച്, ജാസ്മിൻ. ഓറഞ്ച് ഒരു ഫ്രൂട്ടാണ്. ബാക്കിയെല്ലാം പുഷ്പങ്ങളാണ്, പൂക്കളാണ്. 19, 50, 51, 35, 73, 99, 204, 243. 9ആണ് ഉത്തരം. 9 മാത്രം ഒരു പൂർണ്ണവർഗമാണ്. ബാക്കിയൊന്നും പൂർണ്ണവർഗമല്ല. 9 3ന്റെ സ്ക്വയറാണ്. 19, 29, 39, 41. 39 ഒരു ഭാജ്യസംഖ്യയാണ്. ബാക്കിയെല്ലാം പ്രൈം നമ്പേഴ്സാണ്, ഭാജ്യസംഖ്യകളാണ്. ഒന്നും ആ സംഖ്യയെ മാത്രമേ ഘടകങ്ങൾ കാണത്തുള്ളൂ. 39ന് 1, 3, 13, 39. ഇതെല്ലാം 39ന്റെ ഘടകങ്ങളാണ്. അതുകൊണ്ട് അത് ഭാജ്യസംഖ്യയാണ്, കോമ്പസിറ്റ് നമ്പറാണ്. ബാക്കിയെല്ലാം അഭാജ്യസംഖ്യകളാണ്, പ്രൈം നമ്പേഴ്സാണ്. ഒന്നും ആ സംഖ്യയെ മാത്രമേ ഘടകങ്ങളുള്ളൂ. ഇവിടെ 196, 169, 729, 589. 589 ശരി ഉത്തരം. ബാക്കിയെല്ലാം പൂർണ്ണവർഗം. 196 14ന്റെ വർഗമാണ്. 169 13ന്റെ വർഗമാണ്. ഇത് 17ന്റെ വർഗമാണ്. ഇത് മാത്രം പൂർണ്ണവർഗമല്ല. 589 ശരി ഉത്തരം. 2, 4, 8, 16. ഇതില് 2 മാത്രം അഭാജ്യസംഖ്യയാണ്, പ്രൈം നമ്പറാണ്. ഒന്നും ആ സംഖ്യ മാത്രമേ ഘടകം ഉണ്ടാവും. ബാക്കിയെല്ലാം ഭാജ്യസംഖ്യകളാണ്. റേഡിയോ, സ്പീക്കർ, ഫോൺ, സിം കാർഡ്, CPU, പ്രോസസർ, ചെടി, ചട്ടി. റേഡിയോ സ്പീക്കറാണ് ഉത്തരം. കാരണം അത് മാത്രം പുറത്താണ് ഉള്ളത്. ബാക്കിയെല്ലാം അതിനകത്തായിരിക്കുന്നത്. ഫോണിനകത്താണ് സിം കാർഡ് ഇടുന്നത്, CPU-നകത്താണ് പ്രോസസർ. ചെടി, ചട്ടി, ചട്ടിക്കകത്ത് ചെടി. ഇതങ്ങനെയല്ല. റേഡിയോ സ്പീക്കർ, റേഡിയോയ്ക്ക് പുറത്താണ് സ്പീക്കർ. 61, 71, 41, 91. 91 ശരി ഉത്തരം. ഇതൊരു ഭാജ്യസംഖ്യയാണ്. 17, 3, 91. അപ്പോൾ 1, 3, 17, 91. ഇപ്പൊ 2ൽ കൂടുതൽ ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് അത് ഭാജ്യസംഖ്യയാണ്. ബാക്കിയെല്ലാം അഭാജ്യസംഖ്യകളാണ്, പ്രൈം നമ്പേഴ്സാണ്. ഒന്നും ആ സംഖ്യ മാത്രം ഘടകങ്ങളാണ്. ഇവിടെ 4 ഇത് നോക്കാം. ഇതിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ പ്രത്യേകത എന്താന്ന് നോക്കാം. 4ഉം 5ഉം കൂടെ കൂട്ടിയാൽ നടുക്കലത്തെ കിട്ടും. 2ഉം 3ഉം കൂടെ കൂട്ടിയാൽ നടുക്കലത്തെ 5 കിട്ടും. 4, 3 കൂടെ കൂട്ടിയാൽ നടുക്കലത്തെ 7 കിട്ടും. ഇത് മാത്രം അങ്ങനെ കിട്ടുന്നില്ല. 6ഉം 2ഉം കൂടെ കൂട്ടിയാൽ 8 വരുന്നത്. അപ്പൊ ഇതാണ് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. ലംബകം, ഗോളം, ക്യൂബ്, സിലിണ്ടർ. ലംബകമാണ് ഉത്തരം. ബാക്കിയെല്ലാം ഘനരൂപങ്ങളാണ്, സോളിഡ്സ് ആണ്. കിലോമീറ്റർ, മീറ്റർ, കിലോഗ്രാം, മൈല്. ഇത് വെയിറ്റ് അളക്കാൻ ഉപയോഗിക്കുന്നതാണ്, ഭാരം അളക്കാൻ കിലോഗ്രാം. ബാക്കിയെല്ലാം ദൂരത്തിന്റെ യൂണിറ്റുകളാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത് വളരെയേറെ പ്രയോജനപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒറ്റേനെ കണ്ടുപിടിക്കാനുള്ള ഈ ടോപ്പിക്ക് എല്ലാ എക്സാമുകളിലും, മിക്കവാറും എല്ലാ എക്സാമുകളിലും കണ്ടുവരാറുണ്ട്. 2500 പരം വീഡിയോകൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടുള്ള വീഡിയോകൾ ശ്രീമാർക്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ആവശ്യമുള്ള എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്ന് ഇതുപോലെയുള്ള ധാരാളം വീഡിയോകൾ ഇനിയും ഇടുന്നതാണ്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക്
നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.